180+ രാഷ്ട്രങ്ങളിൽ സർട്ടിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പറ്റുന്ന സർട്ടിഫിക്കേഷൻ നൽകുന്ന കോഴ്സാണ് ACCA. UK റെഗുലേറ്ററി അതോറിറ്റിയാണ് ഈ എക്സാംസ് ഒക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊത്തിരി സ്കാമുകളും നടക്കുന്നുണ്ട്. ഒത്തിരി പേർ ഡ്രോപ്പ് ഔട്ട് ആകാനുള്ള സാധ്യതയുള്ള ഒരു കോഴ്സ് കൂടെ ആയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്ന സ്കാമുകൾ, ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണ്, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ സംസാരിക്കും. പൊതുവെ കേരളത്തിൽ 4 തരത്തിലാണ് ഇപ്പോൾ ACCA നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. കോച്ചിങ് സെന്ററുകൾ അങ്ങനെയാണ് അതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ആ സ്കാമിന്റെ ഒരു പോസിബിലിറ്റി നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ആ സ്ട്രക്ചർ എന്നുള്ളത്. ഒന്ന്, നമുക്ക് ട്രഡീഷണൽ രൂപത്തിൽ നമുക്ക് 13 പേപ്പറുകൾ ACCAയുടേത് നമുക്ക് എഴുതിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാം. രണ്ടാമത്തത് BComനോടൊപ്പം തന്നെ ACCA നേടാം. അവിടെ എക്സംഷൻ പേപ്പേഴ്സ് ആണ്. പലപ്പോഴും അതിനെ പല യൂണിവേഴ്സിറ്റികളും പേര് പറയുന്നില്ല, വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾ അവർ ഓൺലൈൻ ആയിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ ക്ലാസ് ഒക്കെ തന്ന് എക്സംഷൻ ആയിട്ടുള്ള 9 പേപ്പേഴ്സ് ഒക്കെ എക്സംഷൻ തന്നുകൊണ്ടാണ് ACCA 13 പേപ്പറും ക്രാക്ക് ചെയ്തു വരുന്നത്. മൂന്നാമത്തെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞവർ, BBA കഴിഞ്ഞു, BCom കഴിഞ്ഞു, ഇതിനൊക്കെ എക്സംഷൻ ഉണ്ട്. ACCA നൽകുന്ന എക്സംഷൻ ഉണ്ട്. 3 പേപ്പർ എക്സംഷൻ ഉണ്ട്, 5 പേപ്പർ എക്സംഷൻ ഉണ്ട്. ആ പേപ്പേഴ്സിന്റെ എക്സംഷൻ കഴിഞ്ഞ് ബാക്കി പേപ്പേഴ്സ് എഴുതിക്കൊണ്ട് നമുക്ക് ACCA ക്രാക്ക് ചെയ്യാം. നാലാമതൊരു മോഡലുണ്ട്, ACCA along with BCom. അതായത് നമ്മൾ 13 പേപ്പർ നമ്മൾ പേപ്പറായിട്ട് തന്നെ എഴുതുകയാണ്. നമ്മൾ നോളജ് ലെവലിലെ എക്സാംസ് എഴുതുന്നു, സ്കിൽ ലെവൽ എക്സാം എഴുതുന്നു, പ്രൊഫഷണൽ ലെവലിൽ എക്സാം എഴുതുന്നു. എല്ലാം എഴുതി തന്നെ നമ്മൾ എടുക്കുന്നതോടുകൂടി നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ, IGNO പോലത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ BComന് അപ്ലൈ ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു മോഡലാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BCom വിത്ത് ACCA എന്ന് പറയുന്നതിന് വളരെയധികം പ്രചാരണം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1.5 ലക്ഷം രൂപയൊക്കെയാണ് യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈൻ BComന് എടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ കോച്ചിങ് സെന്ററുകളൊക്കെ നമ്മളെ വല്ലാതെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ആ ഒരു സ്ട്രക്ചറിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂലൊക്കെ എത്തുന്ന സമയത്ത് അവിടെ എക്സംപ്റ്റഡ് പേപ്പർ ഉള്ളവരും മുഴുവൻ പേപ്പർ എഴുതിയെടുത്തവരും തമ്മിലുള്ള ഒരു വേരിയേഷൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു സ്കാം ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് BCom എടുക്കാം, ACCA എടുക്കാം. ACCAയുടെ 13 പേപ്പർ നമുക്ക് എഴുതിക്കൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യുന്നതാണ് നല്ലത്. ACCAയിലെ ഫീസ് സ്ട്രക്ചർ ഒന്ന് നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്കാമുകൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നോക്കൂ, നമുക്ക് സാധാരണ ACCAയുടെ 13 പേപ്പറുകൾ എഴുതിയെടുക്കണമെങ്കിൽ നമ്മളൊരു ഫീസ് കൊടുക്കണം. അതുകൂടാതെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷന് ഫീസ് കൊടുക്കണം, ട്യൂഷൻ ഫീ. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ് കൊടുക്കേണ്ടി വരിക? ട്യൂഷൻ ഫീ ഉണ്ട്. അതാത് സ്ഥാപനങ്ങൾ അവർ പറയുന്ന ട്യൂഷൻ ഫീ ഉണ്ടാവും. അതുകൂടാതെ അവിടെ നമുക്ക് മെറ്റീരിയൽസിന് ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. എക്സ്ട്രാ കോഴ്സുകളൊക്കെ, അഡീഷണൽ കോഴ്സ്, സ്കിൽ കോഴ്സ് ഒക്കെ തരുന്നതിനും അതിനും അവർ ഫീസായിട്ട് മേടിക്കും. ഇങ്ങനെ ഒരു വലിയ എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ യഥാർത്ഥത്തിൽ എക്സാം എഴുതുന്നത് ACCA ബോർഡിനാണ് നമ്മൾ ഫീസ് കൊടുക്കുന്നത്. അവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ACCAയുടെ UKയുടെ ബോർഡിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിനൊരു ഫീസ് ഉണ്ട്. പിന്നെ സബ്സ്ക്രിപ്ഷൻ വർഷാവർഷം നമുക്ക് കൊടുക്കേണ്ട ഫീസ് ഉണ്ട്. അതുകൂടാതെ ഓരോ പേപ്പേഴ്സിനും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്കിൽ ലെവൽ പേപ്പർ, നോളജ് ലെവൽ പേപ്പർ. നോളജ് ലെവലിലാണ് നമ്മൾ തുടങ്ങുന്നത്. നോളജ് ലെവൽ പേപ്പേഴ്സിന് ഫസ്റ്റ് പേപ്പറിന് പൗണ്ട് ഇന്ത്യൻ കൺവേർഷൻ റേറ്റിൽ 11,500 രൂപയോളം ഫസ്റ്റ് പേപ്പറിനുണ്ടാവും. ഇങ്ങനെ നമ്മൾ ഓരോ പേപ്പേഴ്സിന്റെയും ഫീസ് ഒക്കെ അടച്ച് അത് നമ്മൾ ACCA ബോർഡിന് കൊടുക്കുന്നതാണ്. ആ ഫീസ് 28,500 രൂപ P ലെവൽ ലാസ്റ്റ് പേപ്പർ ആകുമ്പോഴേക്ക് 28,500 രൂപയോളം ഒരു എക്സാമിന് ഫീസ് നമ്മൾ അടക്കേണ്ടതായിട്ടുണ്ടാവും. കൂടാതെ നമ്മൾ ഇതൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ ആ എക്സാം നമ്മൾ പാസ്സായിട്ടില്ലെങ്കിൽ വീണ്ടും എഴുതേണ്ടതാണ്, ഫീസ് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ACCAയുടെ ബോർഡ് തന്നെ നൽകുന്ന മോക്ക് എക്സാം കിറ്റുകൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ 1, 2, 3 മോക്ക് എക്സാം എഴുതിയിട്ടാണ് സാധാരണ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. അതാണ് എൻ്റെ രീതി. അപ്പൊ അതിന് നമ്മൾ ഫീസായിട്ട് കാണേണ്ടതുണ്ടാവും. ഇങ്ങനെ നമുക്ക് വലിയൊരു ഫീസ് വരും. 2 ലക്ഷത്തിന്റെ മേളിൽ നമുക്ക് ബോർഡിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഫീസ് വരും. ശേഷം നമുക്ക് BCom ആണ്. BCom ഡിഗ്രി എടുക്കുന്നു. ഈ ഡിഗ്രി എടുക്കുന്നതിന് നമുക്ക് 2-3 വഴികളുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ഒന്ന്, നമുക്ക് ഡിസ്റ്റൻസ് മോഡല് അല്ലെങ്കിൽ ഓൺലൈൻ മോഡല് IGNO പോലത്തെ യൂണിവേഴ്സിറ്റികളിൽ എടുക്കുകയാണെങ്കിൽ ചെറിയ ഫീസോ വരുള്ളൂ. അല്ലാതെ നമ്മൾ വിത്ത് എക്സംഷൻ ലെവലിലുള്ള ഒരു BCom എടുക്കുകയാണെങ്കിൽ 1-1.5 ലക്ഷം രൂപ വരെ
ഈ യൂണിവേഴ്സിറ്റികൾക്ക് അനുസരിച്ച് നമ്മൾ ഫീസായിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പൊ നമ്മൾ നോക്കൂ, ടോട്ടൽ ഒരു ACCA ക്രാക്ക് ചെയ്യണമെങ്കിൽ, ഒരു +2 കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ അവർക്കൊരു 4-4.5 ലക്ഷം രൂപ കൊണ്ട് BCom ഡിസ്റ്റൻസ് മോഡൽ അല്ലെങ്കിൽ ഓൺലൈൻ മോഡൽ എടുത്തുകൊണ്ട് പറ്റും. എന്നാൽ ഈ എക്സംപ്റ്റഡ് മോഡലിലേക്ക് നമ്മൾ വരുമ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ നൽകുന്ന യൂണിവേഴ്സിറ്റി ഡിഗ്രിയും അതോടൊപ്പം ACCA 13, 4, 5 പേപ്പറിന്റെയും രീതിയിൽ നമ്മൾ പരീക്ഷ എഴുതി ഒരു ACCA എടുക്കുമ്പോൾ ഏകദേശം ഒരു 5 മുതൽ 6 ലക്ഷം രൂപ വരെ വരും. അവിടെയാണ് ആ സ്കാം ഒളിച്ചെടുക്കുന്നത്. മാത്രവുമല്ല, ഇങ്ങനെ എഴുതി വന്ന കുട്ടിക്ക് പലപ്പോഴും 2, 3, 4 പേപ്പറുകൾ എഴുതാൻ അവർക്ക് ലാസ്റ്റ് പേപ്പർ പോയിട്ട് എഴുതുമ്പോൾ, അതായത് പ്രൊഫഷണൽ ലെവൽ P ലെവൽ പരീക്ഷയാണ് ലാസ്റ്റ് കുട്ടി എഴുതുന്നത്, ഏത് എക്സംപ്റ്റഡ് പേപ്പറിലൂടെ വരുന്ന കുട്ടി. ആ സമയത്ത് ബേസ് ഇല്ലാതെ വരുന്ന കുട്ടിക്ക് അത് ക്രാക്ക് ചെയ്യാൻ പ്രയാസമായിരിക്കും എന്ന് മാത്രമല്ല, ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴുള്ള പ്രയാസങ്ങളും ഉണ്ടാവും. ഇത്തരത്തിൽ ഈ ഫീസ് സ്ട്രക്ചർ കൃത്യമായി പഠിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഏത് മോഡൽ എക്സാം ആണ് നാം സെലക്ട് ചെയ്യേണ്ടത്, ട്രഡീഷണൽ ആണോ എലോങ് വിത്ത് BCom ആണോ എന്നുള്ളത്. ഒരു ACCA മെമ്പർക്ക് അല്ലെങ്കിൽ അഫിലിയേറ്റിന് ലോകത്ത് 180-ലധികം രാജ്യങ്ങളിലെ സർട്ടിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ബിസിനസ് സെഗ്മെന്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. 36ഓളം വരുന്ന ജോബ് റോളില് ഓഡിറ്റിംഗ് വരുന്നു, അക്കൗണ്ടിങ് വരുന്നു, പേറോൾ മാനേജ്മെന്റ് വരുന്നു, ടാക്സ്, വിവിധ രാജ്യങ്ങൾ വ്യത്യസ്ത മോഡൽ ടാക്സുകളാണ്. ഈ ടാക്സ് പ്രാക്ടീഷണർ ആയിട്ട് വരുന്നു, കൺസൾട്ടന്റ്, ബിസിനസ് മേഖലയിലെ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് തുടങ്ങി 36ഓളം മേഖലയിലേക്ക് ജോബ് റോൾ കിട്ടുന്നതായതുകൊണ്ടും MNCകളിൽ ജോലി കിട്ടുന്നത് കൊണ്ട് നല്ല സാലറി പാക്കേജ് CTC ലഭിക്കുന്നത് കൊണ്ടുമെല്ലാം നമുക്ക് ACCA കഴിഞ്ഞ ഒരാൾക്ക് ഇന്ത്യയിൽ ആണെങ്കിൽ പോലും അത് മൾട്ടിനാഷണൽ കമ്പനികളിലും വിദേശ രാജ്യങ്ങളിലും ഇതിന്റെ ജോബ് സാധ്യതകൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ സ്കാം ഈ പല ഇൻഫ്ലുവൻസേഴ്സിനെയും ഫിലിം സ്റ്റാറിനെയൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ നടക്കുന്നത് വളരെ വ്യാപകമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ജസ്റ്റ് +2 കഴിയുന്നു, പാരന്റ്സ് അവെയർ അല്ല, എല്ലാവരും പോയിട്ട് ഈ ACCA കോഴ്സിന് ചേർന്നാൽ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടൈപ്പോ ഒന്നും നോക്കിയിട്ടല്ല ആരെയും ACCA എടുത്തു കഴിഞ്ഞാൽ 2028 കൂടി വലിയൊരു ഡ്രോപ്പ് ഔട്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവും, പ്രത്യേകിച്ച് കേരളത്തിൽ, കോഴിക്കോട് ഉണ്ടാവും. ഈ ഒരു ഡ്രോപ്പ് ഔട്ടിനെ നിയന്ത്രിക്കേണ്ടത് പാരന്റ്സും സൊസൈറ്റിയും നമ്മളും കുട്ടികളും ഒക്കെയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ACCA സെലക്ട് ചെയ്യുക. ഓഫ് കോഴ്സ് കിടിലൻ കോഴ്സ് ആണ്. നിങ്ങൾക്ക് സർട്ടിഫൈഡ് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ഷുവർ നിങ്ങൾക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.